ഹലോ ഗായ്സ്, കുറച്ച് ദിവസമായിട്ട് അത്ര നല്ല ദിവസങ്ങളല്ലായിരുന്നു. അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തുള്ള കേട്ടോ. അതുകൊണ്ട് നല്ല പല്ലുവേദനയായിരുന്നു കേട്ടോ. അതിൻ്റെ പല്ലുകൾ മൊത്തം ചീത്തയായി. അപ്പം അതിലെ ഒന്ന് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വന്ന് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. രണ്ടാളും വെള്ളത്തിൽ കളിക്കാൻ ഒരു മീൻ, ഒരു കണ്ണമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ബക്കറ്റിലിട്ടിട്ട് രണ്ടാളും കൂടെ കളിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞു വന്നത് അതിൻ്റെ പല്ലുവേദന, ഡീപ്പായിട്ടുള്ള പല്ലുവേദനയായിരുന്നു കേട്ടോ. അവൻ്റെ പല്ലുവേദനയും കരച്ചിലും കണ്ടിട്ട് ലാസ്റ്റ് എനിക്ക് പനി വരെ പിടിച്ചു. ആദ്യത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഉണ്ണിമോളെ കൂട്ടിയിട്ടോ. കണ്ണാട്ട സ്ഥലത്തുണ്ടായിരുന്നില്ല. കണ്ണാട്ട ഇല്ലാത്ത സമയത്ത് കുട്ടികൾക്കൊക്കെ വയ്യാതാവുള്ളൂ കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയി. ആ പല്ല് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് ഉണ്ണിമോളെ എങ്ങനെ വീട്ടിൽ പോയെന്ന് വരെ എനിക്ക് ഓർമ്മയില്ല. അത്രയും കരച്ചിലും ബഹളമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം കേട്ടോ. ഇന്ന് ആ ഓപ്പൺ ചെയ്ത പല്ല് നമുക്ക് അടയ്ക്കാനായിട്ട് പോകണം കേട്ടോ. അതിനുവേണ്ടി ഞങ്ങൾ റെഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇറങ്ങുമ്പോഴേ ചോദ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചക്ഷൻ വയ്ക്കുമോ, വേദന ഉണ്ടാവുമോ? ഇന്നിപ്പോൾ ഇഞ്ചക്ഷനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനും ഇത്ര ധൈര്യത്തിൽ ഇരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവന് BMW കാർ ഭയങ്കര ഇഷ്ടം കേട്ടോ. എവിടെ കണ്ടാലും ഓടിച്ചു നിന്നിട്ട് അമ്മ ഒരു ഫോട്ടോ എടുക്കുക, അച്ഛൻ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയും കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടം. ആ കാർ കണ്ടാൽ ഭയങ്കര ഹാപ്പിയാണ് അവൻ. അപ്പോൾ അവിടെ പാർക്കിങ്ങിൽ ഒരു കാർ കണ്ടപ്പോൾ അവൻ ഓട്ടി പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ മുകളിലോട്ട് വച്ച് പിടിച്ചു കേട്ടോ. കുട്ടികളെ മുകളിലാണ് നോക്കുന്നത്. നമ്മൾ ഒറ്റപ്പാലത്തിലെ SKSലാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് അവിടെയാണ് നോക്കുന്നത്. അവിടെയാണെങ്കിൽ 24 hours ഡോക്ടേഴ്സ് ഉള്ളത് കാരണം നമുക്ക് എപ്പോൾ പെയിൻ വന്നാലും പല്ലിൻ്റെ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഓടി വരാം. അങ്ങനെ ഞങ്ങൾ നേരെ പ്ലേ ഏരിയയ്ക്ക് വിട്ടു കേട്ടോ. അവിടെ ആകുമ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യുന്നത് അറിയില്ലല്ലോ. നമുക്കറിയും, പക്ഷേ കൊച്ചുങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ പിന്നെ പ്ലേ ഏരിയയിൽ പോയി കുറച്ച് നേരം നന്നായിട്ട് കളിച്ചായിരുന്നു. എനിക്കാണെങ്കിൽ അവന് കഴിഞ്ഞ പല്ലുവേദനയ്ക്ക് വേദനയും കരച്ചിലും കണ്ടിട്ട് അത് കണ്ട് തുടങ്ങിയ ഒരു പനിയാണ് കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ലാന്നേ, ഈ ബ്ലഡോ അല്ലെങ്കിൽ ആരെയും കരയുന്നതൊക്കെ കണ്ടാൽ എനിക്ക് അപ്പോൾ വിറയലും പനിയും തുടങ്ങും. അത് ഞാനങ്ങ് മയങ്ങിപ്പോവും. ആ ഒരു പനി ഇപ്പോഴാണ് എൻ്റെ സൗണ്ടൊന്ന് ശരിയായിട്ട്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പോലും എനിക്ക് വയ്യാന്ന് തോന്നിയായിരുന്നു. അങ്ങനെ അവിടെ ശ്രീകുട്ടൻ എല്ലാ കുട്ടികളുടെ കൂടെ സെറ്റായിട്ടോ. അവൻ വരുന്ന വഴിയിൽ പോലീസിനെ വരെ മാമ എന്ന് വിളിച്ച് ടാറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരും തിരിച്ച് ടാറ്റയൊക്കെ കൊടുത്തായിരുന്നു. അവൻ എല്ലാവരുടെ പെട്ടെന്ന് അങ്ങനെ സെറ്റാവുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ റെസ്റ്റ് എടുക്കാം കേട്ടോ. അത് ഞാൻ ഇരുന്നിട്ട് അത്ര നേരമൊന്നും റെസ്റ്റ് എടുക്കില്ല. അപ്പം തന്നെ എഴുന്നേറ്റ് അടുത്ത പണി അച്ഛന് കൊടുത്ത് അങ്ങനെ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ വിളിച്ചു കേട്ടോ. വിളിച്ച് നേരെ എക്സ്റേ എടുക്കാനായിട്ടാണ് അതുകൊണ്ട് കയറ്റിയത്. പക്ഷെ അവൻ ഭയങ്കര പേടിച്ചിരിക്കുമായിരുന്നേ. അങ്ങനെ ഞാൻ അടുത്ത് പോയി നിന്നു കുറച്ച് നേരം. അങ്ങനെ പെട്ടെന്ന് എക്സ്റേ ഒക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. എക്സ്റേ എടുത്ത് നമ്മുടെ ഫോണിലത് ഫോട്ടോ എടുത്തു. ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്തു കേട്ടോ. അതാണ് അവൻ്റെ പല്ലിൻ്റെ അവസ്ഥ. പല്ലിൻ്റെ അടിയത്തെ ആ ഭാഗമൊക്കെ ആ പഴുപ്പ് വന്ന സമയത്ത് പോയി എന്ന് കേട്ടോ. ഡോക്ടർ പറഞ്ഞു അത് തനിയെ വരും ചിലപ്പോൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ശ്രീകുട്ടനും അച്ഛനും പുറത്തിരുന്ന് ടാറ്റ കേട്ടോ. അപ്പോൾ അതും ഇപ്പോൾ അവരടുത്ത് പോകണം പറഞ്ഞിട്ട് കറിയാം. നമുക്ക് ഡോക്ടറെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഡോക്ടറെ കണ്ടത് മാത്രമായിട്ട് ഓർമ്മയുള്ളൂ. ഞാൻ പുറത്തോട്ട് വരുമ്പോഴേക്കും അതും അച്ഛനും കൂടെ താഴെ ഇറങ്ങിയിട്ട് ഐസ്ക്രീം സെലക്ട് ചെയ്യുന്നു കേട്ടോ. അവിടെ ഐസ്ക്രീമിൻ്റെയും കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇതന്നെ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അവൻ പല്ല് വേദന പറഞ്ഞിട്ട് ഐസ്ക്രീം എടുക്കുവാടെ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. ഇനി അടുത്ത തിങ്കളാഴ്ച ഒന്നുകൂടെ കാണിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത സിറ്റിങ്ങിലാണ് നേരെ വണ്ണം അടച്ച് തരത്തുള്ളൂ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാത്ത വരെ ബൈ, സീ യു.